എന്ത് പായസം? ക്യാരറ്റ്, ബർമസില്, പിന്നെ അട, പിന്നെ പാലിനകത്ത് ശംഖുപുഷ്പം ചേർത്തിട്ടുണ്ട്. ശംഖുപുഷ്പം, നീല ശംഖുപുഷ്പം നമ്മൾ തിളപ്പിച്ചിട്ട് പാലിന്റെ കൂടെ തിളപ്പിച്ച് അത് ചേർത്തിട്ടുണ്ട്. ഏതാമ്മ എന്റെ ക്യാരറ്റ് പായസം അല്ലേ? ക്യാരറ്റ്, ബർമസില്. അമ്മ ചിരിക്കയില്ല. ചിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതെന്താ? അമ്മ വിഷമഘട്ടത്തിലോട്ട്. ഭർത്താവ് മരിച്ചോട്ടെ ഒരു വർഷം ആവുന്നേ ഉള്ളൂ. വണ്ടി അടച്ചു. അത് പറയണ്ട അമ്മ. അതെ, അതിന്റെ ഒരു വിഷമം. പിന്നെ നമ്മളിപ്പം കൂടുതൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജീവിതത്തില്. ഒത്തിരി നല്ല, ഇപ്പൊ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എല്ലാവരും ഓർക്കും അയ്യോ അവനൊരു കുഴപ്പമില്ല നല്ലതായിട്ട് നിൽക്കുന്നു. പക്ഷേ ജീവിതത്തിൽ കുറേ സ്ട്രഗിളിങ്ങാണ്. കൊച്ചിലെ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു 5ാം ക്ലാസ് പഠിക്കുമ്പോൾ തൊട്ട് ഞാൻ നല്ലപോലെ വേദന അനുഭവിച്ച് വളർന്നൊരു ആളാണ്. കൊച്ചിലെ 5ാം ക്ലാസ് പഠിക്കുമ്പോൾ ഞങ്ങളുടെ വീട് മൊത്തത്തിൽ കത്തി നശിച്ചു പോയിട്ട്, പിന്നെ ഉടുക്കുന്ന തുണികളില്ല, അതുപോലെ സ്കൂളിൽ പോകാനുള്ള ഉപകരണങ്ങളെല്ലാം നശിച്ചു പോയ ഒരവസ്ഥയാണ്. അതിൽ നിന്നും കുറച്ച് ഒന്ന് മെച്ചപ്പെട്ട് വന്നപ്പം പിന്നെയും അടുത്തൊരു വീട് വെച്ച് അച്ഛൻ്റെ ഒരു വീതത്തിൽ വീട് വെച്ച് ഇങ്ങനെ മാറിയപ്പോഴാണ് പെങ്ങളുടെ കല്യാണം വന്നത്. പെങ്ങളുടെ കല്യാണത്തിന് വേണ്ടി നമ്മളത് പണയം വെച്ചിട്ട് അത് ജപ്തിയായി. അതിപ്പം പിന്നെ എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. അന്നിപ്പം ജപ്തി വന്നപ്പോൾ അങ്ങനെ പോകണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ പെട്ടെന്ന് കിട്ടിയ വിലക്ക് കൊടുക്കാൻ തുടങ്ങി. വിലക്ക് കൊടുത്തപ്പോഴാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ ഇറങ്ങി കൊടുക്കണം. രാത്രി തന്നെ ഇറക്കി വിടേണ്ട അവസ്ഥ വന്നു. എന്തു മനുഷ്യരത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴും ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുമ്പോൾ അതിന്റെ ഒരു വിഷമം. ഇവരെ കൊണ്ട് എങ്ങോട്ട് പോകും. പെങ്ങളുടെ കാര്യമാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. അവിടെ കല്യാണം കുഞ്ഞാണ്. അവിടെ ഹസ്ബൻഡ് ഉപേക്ഷിച്ചിട്ട് പോയതാണ്. അപ്പം എല്ലാരും അവള് ലോട്ടറി കടയിൽ ഇങ്ങനെ നിൽക്കുന്നു. ഞാനിപ്പം കൂടുതൽ മെച്ചപ്പെട്ട് എന്ത് പഠിച്ചതാ? TTC. ഇപ്പൊ ഞാനൊരു ഡാൻസ് സ്കൂൾ നടത്തുന്നതുകൊണ്ട് അതിൽ നിന്നാണ് ഞങ്ങളിപ്പം ഏണിംഗ് എന്ന് പറയുന്നത്. ഒരു ചെറിയൊരു എമൗണ്ട് ആണ്. പക്ഷെ ആ ഏണെങ്കിൽ എനിക്ക് വിശപ്പിന്റെ ബുദ്ധിമുട്ടറിയാം. ഞങ്ങൾ 3 നേരം 2 ദിവസം 3 നേരവും ഏത്തയ്ക്കകത്ത് ഒരുമിച്ച് കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വിശപ്പിന്റെ ഇതറിയുന്നുണ്ടല്ലോ. എൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഒരു ഏണിങ്, ആ വരുമാനം എൻ്റെ പിന്നെ കറണ്ട് ബില്ല് അങ്ങനെ പല കാര്യങ്ങൾക്ക് ഞാൻ മാറ്റി വെച്ചിട്ട് ചെറിയ തുച്ഛമായിട്ടുള്ള ഏണിങ് ഞാൻ എന്ത് ചെയ്യുമെന്നറിയോ, അനാഥാലയത്തിൽ കൊടുക്കുന്നുണ്ട്. എൻ്റെ അച്ഛന് അമ്മമാർക്ക് ഞാൻ 2 മാസം കൂടുമ്പോൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ചെയ്യാൻ വേണ്ടി 1000 രൂപയോ 2000. പിന്നെ ഞാൻ വെളിയിലുള്ളവരോട് വിളിച്ചു ചോദിച്ചിട്ട് അവരും കുറച്ചൊക്കെ അയച്ചു തന്നിട്ട് വലിയൊരു തുകയായിട്ട് ഞാൻ അങ്ങനെ അവർക്ക് ചെയ്തു കൊടുക്കാറുണ്ട്. ഇപ്പം കുറച്ചൊക്കെ ഞങ്ങൾ മെച്ചപ്പെട്ട് വരുന്നപ്പോഴാണ് അച്ഛൻ്റെ മരണമായി പോയത്. കാര്യം ഞാനിപ്പോ ഈ പ്രശ്നം കേൾക്കുമ്പോൾ തന്നെ ഞാൻ പറയാം, അമ്മയുടെ ഒരു മൂത്ത മോളല്ലേ, എന്നെക്കാൾ ചെയ്യാൻ പറ്റുന്ന ഞാൻ പറഞ്ഞ എന്റെ പ്രേക്ഷകരോട് പറയുന്ന ഒറ്റ കാര്യമുള്ളൂ. ഇപ്പം ഇദ്ദേഹം ഒരു സ്കൂൾ നടത്തുന്നുണ്ട്, ഡാൻസ് മാസ്റ്ററാണ്. അതേപോലെ മോള് TTC പഠിച്ചിട്ടുണ്ട് അല്ലെ. അവർക്ക് ഞാൻ പറഞ്ഞ സാമ്പത്തികമായിട്ട് കൊടുത്ത് സഹായിക്കാനല്ല, ജോലി കൊടുക്കുക. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ എവിടെ ചെന്ന് നോക്കി എനിക്ക് കിട്ടും. പക്ഷെ എനിക്ക് എന്റെ പ്രേക്ഷകരിലേക്ക് പറയാൻ പറ്റും, നമുക്കൊരു ജോലി, ആ കുഞ്ഞിന് വളരണം, അതിനൊരു നല്ല ഭാവി വേണം അല്ലെ. അതിന് നമുക്ക് പ്രേക്ഷകർക്ക് എങ്ങനെ ഇവരെ സഹായിക്കാൻ പറ്റുമോ അത് ചെയ്യുക. ഇപ്പൊ ഇവിടെ വന്നുകൊണ്ട് ഏറ്റവും ഭയങ്കര സന്തോഷം ചേച്ചിയുടെ ഒരു ഷോയിൽ വരാൻ പറ്റിയത്. വളരെയധികം സന്തോഷം. കിട്ടുമെന്ന് പ്രതീക്ഷിച്ചതല്ല. ഓൾ ദി ബെസ്റ്റ്. ഹാപ്പിയാണോ? ഹാപ്പിയാണ്. ഇത് 2 പഴപ്രഥമൻ. 2 ടൈപ്പ് ഓഫ്, ഒന്ന് അരിയട, പിന്നെ 2 അരിയട തന്നെ, പക്ഷെ ഒന്ന് പച്ചരി, പിന്നെ ഒന്ന് മട്ടരി. 2 അടയും കൂടി മിക്സ് ചെയ്തിട്ട് അവസാനം കദളിപ്പഴം അടിച്ചു ചേർക്കുക ചെയ്ത്. നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ തന്നെ. ഇത്രയും പരീക്ഷണമൊക്കെ ചെയ്യാൻ വീട്ടിൽ ഒരുപാട് പരീക്ഷണങ്ങളുണ്ടോ? വീട്ടില് ഞങ്ങള് മോനും ഞാനും കൂടി ഒരു ചെറിയ യൂട്യൂബ് ചാനൽ നടത്തുന്നുണ്ട്. ഞങ്ങൾ അതിലെ ഡാൻസും മ്യൂസിക്കും എല്ലാം. ചേട്ടന് ഞങ്ങളെല്ലാം സപ്പോർട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പാചകത്തിൽ ഇപ്പൊ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. സകലകലാ വല്ലഭൻ ആക്ച്വലി അദ്ദേഹമാണെന്ന് തോന്നുന്നു. അദ്ദേഹം സകലകലാ വല്ലഭനാണെന്ന് മാത്രമല്ല എന്നെ പെരിന്തൽമണ്ണയിൽ എത്തിക്കുകയും ചെയ്തു. അതെങ്ങനെയാ? നമ്മുടെ ഒരു പ്രശസ്തമായ ഒരു നടിയാണ് നമ്മളെ അവിടെ എത്തിച്ചത്. മീര ജാസ്മിൻ. അയ്യോ, മീര എന്ത് ചെയ്തു? മീര ജാസ്മിന്റെ നമ്പർ ആരോ കൊടുത്തത് എന്റെ അമ്മയുടെ നമ്പറിലാ. അയ്യോ, നമ്പർ ആണെന്നും പറഞ്ഞു കൊടുത്തത്. അപ്പൊ ആ ജില്ലയിലുള്ള എല്ലാ ആളുകളും
ഞങ്ങളുടെ വീട്ടിലോട്ട് വിളിക്കായിരുന്നു, മീരേച്ചിയല്ലേ മീരേച്ചിയല്ലേ. അന്ന് ഞാൻ +2 പഠിക്കുന്ന ടൈമാണ്. അപ്പോൾ അന്ന് അമ്മയോട് ഞാൻ പറയും, ഇങ്ങനെ കണ്ട ആൾക്കാരെല്ലാം വിളിക്കുമ്പോൾ അമ്മ സത്യം പറയാം. പക്ഷെ അവസാനം എല്ലാവരും വിളിച്ച് മാറി മാറി വന്നപ്പോൾ അവസാനം എൻ്റെ ഇപ്പോഴത്തെ ഹസ്ബൻഡാണ് വിളിക്കുന്നത്. രഞ്ജിത്ത് എന്നാണ് ഹസ്ബൻഡിൻ്റെ പേര്. അപ്പോൾ ഹസ്ബൻഡ് വിളിച്ചിട്ട് മീരേച്ചി എന്ന് വിളിച്ചപ്പോൾ അമ്മ പറഞ്ഞു, മോനെ അല്ല, ഇതാ നിന്നെ ആരോ പറ്റിച്ചതാണ്, എൻ്റെ പേര് ഇന്നതാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞിട്ടുണ്ട് ഒരു പ്രാവശ്യം, നീ എൻ്റെ മരുമോനായിരുന്നെങ്കിൽ നല്ലതായിരുന്നു, മനസ്സിലിങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടെന്ന്. കാരണം സ്വഭാവമൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ ഭയങ്കര ശാന്തനാണ്. നമ്മളൊക്കെ പെട്ടെന്ന് മുറി രണ്ടെന്നൊക്കെയുള്ള രീതിയാണ്. പക്ഷെ നമ്മളിപ്പോ കൂടെ അഡ്ജസ്റ്റഡ് ആയി. നമുക്ക് എന്താ ഇത് കഴിക്കാം? മധുരം കറക്റ്റ്, കടലിപ്പഴം നന്നായിട്ട്, പഴത്തിന്റെ സ്വാദം. താങ്ക് യു.